പെയിന്റ് ഷോറൂമുകളിൽ നിന്നും പെയിന്റ് വാങ്ങൂ, നിങ്ങളുടെ വീടുകൾക്ക് നേടാം 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. PP പെയിന്റ്സിന്റെ ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി എന്നീ ഷോപ്പുകളിൽ നിന്നും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം, ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, ഭൂകമ്പം തുടങ്ങി 12ഓളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. കൂടുതൽ വിവരങ്ങൾക്ക് PP പെയിന്റ്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ. PP പെയിന്റ്സ്, ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി. ഏവർക്കും PP പെയിന്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വന്യജീവി സംരക്ഷണ ബില്ലിൽ മന്ത്രിസഭ എടുത്തത് സുപ്രധാനമായ തീരുമാനമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ജനവാസ മേഖലയിറങ്ങി ആക്രമണം നടത്തുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നതിന് ഉത്തരവിടാൻ ചീഫ് വാർഡന് അനുവാദം നൽകുന്ന വന്യജീവി സംരക്ഷണ ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിനോട് പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിരുന്നെങ്കിലും കേന്ദ്രം ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കേന്ദ്രത്തോട് ആവശ്യം ഉന്നയിച്ചിരുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്രത്തിലെ പ്രതീക്ഷ അവസാനിച്ചപ്പോഴാണ് സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്തത്. വന്യജീവി സംരക്ഷണ ബിൽ കേരള ഭേദഗതി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തീരുമാനമല്ല. കേന്ദ്ര നിയമത്തിന് എതിരായ രീതിയിലുള്ളതല്ല ബിൽ. കേന്ദ്ര നിയമത്തിന് ഇളവ് വരുത്തുകയാണ്. വന്യജീവി ആക്രമണമുണ്ടായാൽ തീരുമാനമെടുക്കാനുള്ള കാലതാമസം ഒഴിവാക്കുകയാണെന്നും കേന്ദ്ര നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടു തന്നെയാണ് നിയമനിർമ്മാണമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. തീരുമാനം വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് സമാധാനം നൽകുന്ന തീരുമാനമാണ് ഇതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച ബിൽ തിങ്കളാഴ്ച നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. നാടൻ കുരങ്ങുകളെ പട്ടിക 1 നിന്ന് 2 മാറ്റാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ചുമതലപ്പെടുത്തുന്ന കളക്ടർക്ക് മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാനാകും. സംസ്ഥാനം കൊണ്ടുവരുന്ന ഭേദഗതി നിയമസഭയിൽ പാസായാലും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചാലേ പ്രാബല്യത്തിൽ വരൂ. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം